നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിന് ചമ്മന്തി ഉണ്ടെങ്കിൽ മറ്റൊരു കറിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരാവശ്യമേ ഇല്ല. അപ്പോൾ അത് കല്ലിലരച്ച ചമ്മന്തി ആകുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മളിന്ന് ഉപ്പിലിട്ട മാങ്ങ വെച്ചൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസമായി. അതിൽ നിന്ന് 2 മാങ്ങ എടുത്തിട്ടാണ് നമ്മളിന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ ചമ്മന്തി അരയ്ക്കുന്നതിന് ഒരു ഫുൾ തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. ഉപ്പിലിട്ട 2 മാങ്ങ എടുത്ത് ചെത്തിപ്പുളി നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 ചുവന്നുള്ളി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്. നമ്മളിത് ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് നമ്മൾ ഉപ്പ് വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരകല്ലിൽ നല്ലപോലെ അരച്ചെടുക്കാവുന്നതാണ്. അരകല്ലില്ലാത്തവർ ഇത് മിക്സിയിൽ അരച്ച് എടുത്താലും മതി. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇന്ന് ഈ അരകല്ലിൽ ഈ ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഉള്ളി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം ആദ്യമേ ഒന്ന് ചതച്ചതിന് ശേഷം നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഇഞ്ചി ഒന്ന് ചതച്ച് കൊടുക്കും. അതിനുശേഷം ഇത് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കും. അരകല്ലിൽ അരയ്ക്കുന്ന ഏതൊരു കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പണ്ടത്തെ കാലത്തൊക്കെ അമ്മമാരാണെങ്കിലും കൂടുതലും അരകല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അരകല്ലിൽ യൂസ് ചെയ്യുമ്പോൾ കറിക്ക് ടേസ്റ്റ് മാത്രമല്ല, അത് നല്ലൊരു വ്യായാമം കൂടിയാണ് സ്ത്രീകൾക്ക്. അപ്പോൾ അരകല്ലുള്ളവർ കഴിവതും അരകല്ലിൽ തന്നെ ഈ കറികൾക്കുള്ള അരപ്പായിക്കോട്ടെ, ചമ്മന്തി ആയിക്കോട്ടെ, എന്താണേലും ഒന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചെത്തിപ്പുളി വെച്ചിരുന്ന വെച്ചാൽ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ആദ്യമേ ഇതേ കൂട്ടൊന്ന് ചതച്ച് കൊടുക്കും. അതിന് ശേഷമാണ് ഇത് നല്ലപോലെ അരച്ച് പേസ്റ്റ് രൂപേണയാക്കും. മാങ്ങയൊക്കെ നന്നായിട്ട് അരങ്ങിയതിന് ശേഷം നമ്മളിതിൻ്റെ അകത്തേക്ക് തേങ്ങയും മുളക് പൊടിയും അതേപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരയ്ക്കും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും അരച്ച് ഈ ചമ്മന്തിയിൽ ചേർക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെച്ചാൽ കല്ലുപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ അരപ്പിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ ഈ അരച്ച് കഴിഞ്ഞ് അമ്മി അങ്ങോട്ട് വൃത്തിയാക്കും. അമ്മി വൃത്തിയാക്കിയതിന് ശേഷം അരകല്ലിൽ കിടക്കുന്ന എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്യുന്നത് കൈക്ക് നന്നായിട്ട് കുറച്ച് സമയം എടുത്താണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഉപ്പിലിട്ട മാങ്ങ വെച്ച് ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻഡ് സ്ക്രീനിൽ അത് കൊടുത്തോളാം. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ചമ്മന്തി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.